പ്രീ പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ട് പറയുന്നതല്ല. ഇപ്പോൾ സംസാരിക്കുന്നതും എഴുതി വെച്ച് പറയുന്നതല്ല. അപ്പോഴും മനസ്സിലിങ്ങനെ വരുമ്പോൾ അത് ഓക്കെ, അതങ്ങ് വരും. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലങ്ങ് വന്നു പോകുന്നതാണ്. മൊത്തം കണ്ടാൽ ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാവും. പിന്നെ ആരോ അതിൽ പറഞ്ഞേക്കുന്നത് ജാതി നോക്കി പോയി കെട്ടിയതല്ലയോ എന്നൊക്കെ. ഞാനിത് ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല. ചേട്ടാ ഇതിപ്പോൾ കാണുന്നവരെന്തോ വിചാരിക്കും, ഇത് എന്ത് തേങ്ങയുടെ ഇവൻ പറയുന്നതെന്ന് ചോദിക്കത്തില്ലയോ. പക്ഷേ അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് ആളുകൾ. ഞാൻ കൂട്ടി പറഞ്ഞോ കുറച്ച് പറഞ്ഞോ ഒന്നുമല്ല, കാണുന്നുണ്ടല്ലോ അല്ലേ. 94,350 ഇപ്പം നിലവിൽ എനിക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. എവിടെയെങ്കിലും പോയി ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്ത് ഇനി അതും എടുക്കണം. ഈ അവസാന കാലഘട്ടത്തിൽ ഇനി അതും കൂടെ ഞാൻ ചെയ്യാനുണ്ട്. എനിക്ക് നഷ്ടം വരുമോയെന്നൊന്നും എനിക്കറിയത്തില്ലേ. എൻ്റെ ഈ കോൺഫിഡൻസ് കണ്ടിട്ട് നമ്മൾ ഇറക്കുന്ന പൈസ റിട്ടേൺ പിടിക്കാനൂടെ പഠിക്കണം. നമുക്ക് മനുഷ്യത്വം, മനസ്സാക്ഷി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ മാറ്റി വെക്കണം. അങ്ങനെ പൈസ ബാലൻസ് ചെയ്യാൻ എനിക്കറിയാൻ പറ്റാതായിപ്പോയി, സൂക്ഷിച്ചില്ല. അതിൻ്റെ ഒരു വലിയ പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. പൈസ ഉണ്ടെങ്കിലേ നമ്മളെല്ലാവർക്കും ആവശ്യമുള്ളൂ. പൈസ ഇല്ലാത്ത നമ്മളെ ഒരു പട്ടിക്കും വേണ്ട. വിജയഗാഥകൾ, അതായത് നമുക്ക് ജയിച്ചവൻ്റെ കഥകൾ ഇനി കേൾക്കണ്ടേ. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ടുള്ള കിടിലൻ യാത്രകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഹാപ്പിയാണ്, സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ ഒരു വ്ളോഗ് ചെയ്തിരുന്നു, ഇന്നലെ അല്ലെങ്കിൽ ലാസ്റ്റായിട്ടൊരു വ്ളോഗ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ എന്ത് പറയണ്ട എന്നെനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് പോയതായിട്ട് എനിക്ക് തോന്നി ഞാനത് എഡിറ്റ് ചെയ്യാൻ നേരം നോക്കുമ്പോൾ. കാരണം അവിടെ ഇല്ലാതെ ഇങ്ങനെ നമ്മൾ പറയാൻ വന്ന കാര്യം ആക്ച്വലി പറഞ്ഞിട്ടുണ്ട്. ബട്ട് എങ്കിലും അത് അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഫാമിലി മാറ്റേഴ്സോടൊക്കെ കയറി വന്നതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ നമ്മളെന്തെങ്കിലുമൊക്കെ ജീവിതത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതും കൂടെയൊക്കെ വന്നു പോവും അല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട്. എന്ത് ചെയ്യാനാ. അപ്പോൾ ഇതാണ് സെക്കൻഡ് കളറ് ഷർട്ട്, കണ്ടില്ലേ? ഓക്കെ ആണോ? ഇതും നല്ല കുഴപ്പമില്ല കളറ്. എനിക്ക് മറ്റേ റെഡാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് ഇറ്റ്സ് ഓക്കെ. എന്തോ ഇത് ഇറ്റ്സ് ഓക്കെ, ഫൈൻ അല്ലേ, നന്നായിട്ടുണ്ട്. അപ്പം ഈ 2 ടീഷർട്ട് ആണ് ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്ത് വന്നത്, കളർ ചേഞ്ചിലൂടെ വന്നതല്ലേ. ഇത് കുഴപ്പമില്ല, പഴയതിനേക്കാളും കുറച്ചുകൂടെ ഭേദമായിട്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ജോലിയിൽ കാര്യങ്ങളൊക്കെ കിടക്കട്ടെ. രാവിലെ വന്നതേ ഉള്ളൂ. എല്ലാം സിസ്റ്റം എല്ലാം ഓൺ ചെയ്തു, ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്തു, അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം കൂടെ പറയാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ അടുത്തൊരു വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഒരു എൻ്റെ വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം തിരക്കേടില്ല, കുഴപ്പമില്ല എന്നൊക്കെ തോന്നുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ എന്താ പറയുക, ലൈക്ക്, കമൻറ്റ് ഇതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചധികം കമൻറ്റ്സ് വന്നു. സത്യം പറഞ്ഞാൽ ഇന്നലെ എന്ന് ഞാൻ പറയാൻ കാരണം, ഇന്നാണ് ആക്ച്വലി അപ്ലോഡ് ചെയ്തത്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഇന്ന് രാവിലെ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതിൽ കുറേയധികം കമൻറ്റ്സൊക്കെ വരുന്നുണ്ട്, ഞാനെല്ലാം കാണുന്നുണ്ട്. ഓക്കെ, എല്ലാത്തിനും എന്നാൽ കഴിയും വിധം റിപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വിഷയമല്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ പറഞ്ഞതിൽ എനിക്ക് തന്നെ, ഞാനത് സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കരുതി ഇത് എന്തിനാണ് ഞാൻ എങ്ങോട്ടൊക്കെയോ ട്രാവൽ ചെയ്ത് പോയി ഒരു സ്ഥലത്ത് തുടങ്ങിയിട്ട് അത് അവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി പല പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ ഇതിപ്പോൾ കാണുന്നവരെന്തോ വിചാരിക്കും, ഇത് എന്ത് തേങ്ങയുടെ ഇവൻ പറയുന്നതെന്ന് ചോദിക്കത്തില്ലയോ. പക്ഷേ അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് ആളുകൾ. എനിവേ, അത് സംഭവം എന്ന് വെച്ചാൽ ഓരോന്നും ഇങ്ങനെ പറയുമ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളങ്ങ് മനസ്സിനകത്ത് ഓർമ്മ വരും. ഇത് ഞാൻ പ്രീ പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ട് പറയുന്നതല്ല. ഇപ്പോൾ സംസാരിക്കുന്നതും എഴുതി വെച്ച് പറയുന്നതല്ല. അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. എൻ്റെ മനസ്സിൽ എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളുമായിട്ടുള്ളത് അത് അപ്പോഴും മനസ്സിലിങ്ങനെ വരുമ്പോൾ അത് ഓക്കെ, അതങ്ങ് വരും. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലങ്ങ് വന്നു പോകുന്നതാണ്. അതിൽ കുറേ ലാഗ് വരും. കാരണം ലാഗ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വരുമല്ലോ, ഒന്ന് ക്വയറ്റായി പോകും. അത് സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഞാൻ ക്വയറ്റായി ഏകദേശം 2 മിനിറ്റൊക്കെ ഉണ്ടാതിരുന്ന സമയമുണ്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. എനിവേ,
എന്തായാലും നിങ്ങൾക്കത് ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ സോറി കേട്ടോ. ഞാൻ ആ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പം തന്നെ എനിക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അവസാനമൊക്കെ ആയപ്പോൾ. ഞാൻ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു സോറി ചോദിച്ചിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് ആരും കാണത്തില്ലെന്ന് എനിക്കറിയാം. കണ്ട് കുറച്ചൊക്കെ കണ്ടിട്ടാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഞാനതിൽ മൊത്തം എനിക്കൊന്ന് ആക്ച്വലി മൊത്തം കണ്ട ഒരു പക്ഷേ എനിക്കുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മൊത്തം കണ്ടാൽ ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാവും. പിന്നെ ആരോ അതിൽ പറഞ്ഞേക്കുന്നത് ജാതി നോക്കി പോയി കെട്ടിയതല്ലയോ എന്നൊക്കെ. ഞാനിത് ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല. സംസാരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് എല്ലാ കാര്യങ്ങളും. പക്ഷേ അത് പൊതുവേ നമ്മുടെ അവിടെ അതത്ര പോസിറ്റീവായിട്ട് എടുക്കത്തില്ല ആരും. വൻ നെഗറ്റീവായിട്ടേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു എന്നേ ഉള്ളൂ. എനിക്ക് മിണ്ടാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് മിണ്ടാൻ ഒരു സാഹചര്യം അതിനനുസരിച്ച് വന്നാൽ ഇപ്പോൾ ആക്ച്വലി ഒരു സാഹചര്യം ഉണ്ട്. പറയേണ്ട കാര്യമാണ്. അത് പറയണോ വേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ പറഞ്ഞ് എങ്ങനെ ആവുമെന്നും അറിയില്ല. എനിക്ക് സത്യമായിട്ട് അതിനായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ സംസാരിച്ച കാര്യങ്ങളിൽ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കിനിയിപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനേ ഉള്ളൂ. സംസാരിക്കാനാണ് ഇഷ്ടവും. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നോ എന്തോ പറഞ്ഞ ആദ്യമല്ലേ. ഇത് നമ്മുടെ ഷർട്ട്, അതായത് റെഡ് കളറായിരുന്നു ഒരെണ്ണം ഉള്ളത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടു. ഇനി ഈ വീഡിയോയിൽ ഇതിപ്പോൾ രണ്ടാമത്തെ ടീഷർട്ട്. അപ്പോൾ ഈ 2 കളറാണ് ഉള്ളത്. ഓക്കെ, 2 കളറും 2 അങ്ങനെയാണ് ഉള്ളത്. ഇനി വേറെ കളർ വരുമോയെന്ന് എനിക്കറിയത്തില്ലേ. ഇപ്പോൾ ഇതേ ഉള്ളൂ. ഓക്കെ, എനിവേ ഇപ്പോൾ ഈ ഒരു കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്ക് എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ബട്ട് എനിക്ക് റെഡ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതും കൊള്ളാം, ഇത് ക്ലാസ് കളറാണ്, കുഴപ്പമൊന്നുമില്ല. എനിവേ അപ്പോൾ സംഗതി ഇതൊക്കെയാണ്. ഇനി എൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതേ ഉള്ളൂ. ഞാൻ എന്താണെന്നും ഏതാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ. നമുക്ക് ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് എനിക്ക് പൈസ എന്ന് പറയുന്നതിനോട് വലിയ ആക്രാന്തമില്ല. അത് ഒരു പക്ഷേ ഞാൻ കുഞ്ഞിലെ തൊട്ടേ പൈസയ്ക്ക് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, ആവശ്യത്തിന് വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വിൽക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ എൻ്റെ അച്ഛൻ ഈ പൈസ ഉണ്ടല്ലോ, ആ പൈസ അന്നൊക്കെ ബോക്സ് പെട്ടി ഇങ്ങനെ കൈ കൊണ്ടുപോകുന്ന പെട്ടിക്കകത്താണ് ഈ പൈസയൊക്കെ വെച്ചുകൊണ്ട് പോകുന്നത്. അന്നൊന്നും ഇന്നത്തെ പോലെ അക്കൗണ്ടൊന്നും ഇല്ല ആർക്കും, എല്ലാവർക്കും ഒന്നുമില്ല. ഇനി അന്നുണ്ടായിരുന്നോ എനിക്കറിയില്ല. എന്തായാലും നമുക്കങ്ങനെ കേട്ടിട്ടില്ല പൈസയൊക്കെ കയ്യിൽ തന്നെ കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു പെട്ടിക്കകത്ത് പൈസ അത് ലക്ഷങ്ങൾ കാണും. അത് എൻ്റെ കയ്യിൽ തന്നിട്ട് അച്ഛൻ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലക്ഷങ്ങളാണ് ഞാൻ നിൻ്റെ കയ്യിൽ തന്നേക്കുന്നത്, കൊണ്ടുപോകും നടക്കുമെന്ന് പറയും. ആയിട്ട് അച്ഛൻ പറയും പൈസ അതിനോട് നമുക്ക് ആർത്തി ഉണ്ടാവരുത്. ആവശ്യത്തിന് വേണം, എല്ലാം വേണം, പക്ഷേ അതിൻ്റെ ആർത്തി ഉണ്ടായാൽ നമ്മൾ അതിനു വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പുള്ളിക്കാരൻ വെറുതെ ഇങ്ങനെ പറയുന്നേ കൊളക്കലി കേട്ടോ. പൈസ നിൻ്റെ തന്നേക്കുന്നത് നിനക്ക് ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും. പാവമായിരുന്നു എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹീറോ കേട്ടോ. എനിക്കത് കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്ത് വേറെ ആരുടെ ഹീറോയിസും. അത് സാധാരണ എല്ലാ കുട്ടികളും പറയുന്ന പോലല്ല. ബട്ട് അച്ഛൻ്റെ ഹീറോയിസൊക്കെ ഞാൻ ലൈവിലി കണ്ടിട്ടുള്ളതാണ്. സോ പക്ഷെ ഒരു എന്താ പറയുക, അതൊരു വേറെ ലെവലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ മുമ്പോട്ട് എന്താ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഒത്തിരി ഉണ്ട്. പ്ലാനിങ്ങിന് എനിക്ക് ഒരു കുറവുമില്ലാത്ത ഒരാളാണ്. പക്ഷെ അതുപോലെ നിങ്ങളുടെ അടുത്ത് ഞാനത് പബ്ലിക്കലി ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ തീരുമാനങ്ങൾ എന്താണ്, ഈ ആഗ്രഹങ്ങൾ എന്താണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പോട്ടേക്ക് പോകും. അതിൽ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു ജോലിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ജോലി ചെയ്യാൻ വരെ ആരോടും പറയില്ല. നിങ്ങളൊക്കെ സ്വന്തമായി ഒരു ഏണിങ്സ് ബിസിനസ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് എടുക്കാനേ ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. കാരണം ഈ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഇനി അത് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, ചെയ്യേണ്ടെന്നല്ല കേട്ടോ. ചെറുതായാലും വലുതായാലും ഒരു ബിസിനസ് ചെയ്യുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു ഇതാവുക, നമ്മൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബിസി ആവും, നമുക്ക് ടൈം കുറയും. അതായത് എൻ്റർടൈൻമെൻറ്റ് ടൈം ചിലപ്പോൾ കുറയാൻ സാധ്യതയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊരു ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് മാത്രമേ സമയം കാണത്തുള്ളൂ. നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് നല്ല സന്തോഷമായിട്ട് എല്ലാവരുമൊക്കെ ജീവിക്കണം. എനിക്കെല്ലാവരും വളരെ ഹാപ്പിയായിട്ട് മര്യാദയ്ക്ക് ആർക്കും പ്രയോറിറ്റി കൂടുതൽ വേണം എന്നാഗ്രഹിക്കാതെ എല്ലാവരും തുല്യരായി പോവുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും തുല്യതയിലും അല്ലെങ്കിൽ തുല്യരായും ഒക്കെ മുമ്പോട്ട് പോകും എന്ന് കരുതുന്നു. ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1-2 ചെറിയ ബിസിനസ്സിൻ്റെ കാര്യം.
അപ്പോൾ എനിക്ക് കമൻറ്റിൽ വന്നിരുന്നു, ബിസിനസ് നമ്മൾ ചെയ്ത് പരിചയമില്ലാതെ അതിലേക്ക് എടുത്ത് ചാടരുത്, ഇപ്പം നിൽക്കുന്ന ജോലി നഷ്ടപ്പെടുത്തരുത്. അല്ല, ഇപ്പം നിൽക്കുന്നത് ഞാൻ നഷ്ടപ്പെടുത്തും എന്നല്ല, ഞാനിപ്പോൾ ലീവിന് വരുമ്പോൾ ഒരു 2 മാസം അവിടെ കാണും. ആ സമയത്ത് നമുക്കിതൊന്ന് നോക്കാം, നമുക്കത് പറ്റുമോ. എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് കുറവാണ്. ഞാൻ മുമ്പ്, അതായത് 2013 തൊട്ട് 2018 വരെ എങ്ങാണ്ട് ഞാൻ ദുബായിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറിയുടെ അത്രയും പോലും ഇപ്പോൾ എനിക്ക് സാലറി ഇല്ല. അത് വേറെ കാര്യം. ആലോചിച്ചോണം, അന്ന് 18 രൂപ 19 രൂപ എങ്ങാണ്ടേ ഇതുള്ളൂ ഇന്ത്യൻ, അതായത് ഒരു ദിർഹം എന്ന് പറയുന്നത് 18 രൂപ 19 രൂപ കണ്ടായിരുന്നു. ഇന്ന് ഒരു ദിർഹം എന്ന് പറയുന്നത് 25 രൂപ 26 രൂപയിൽ നിൽക്കുക. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അതിലും സാലറി കുറവെന്ന് പറയുമ്പം അത് ഭയങ്കര ശോകമാണ്. ആക്ച്വലി ഇതിൻ്റെ ഡബിൾ സാലറി ആവേണ്ടതാണ്, കാരണം മൂല്യത്തിലൊക്കെ വ്യത്യാസങ്ങൾ വന്നില്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട്. ഇവിടെ ഇപ്പം പൊതുവേ ഒരു മാർക്കറ്റൊക്കെ മോശമാണെന്നാണ് പൊതുവേ ഉള്ളൊരിത്. അപ്പോൾ അതുകൊണ്ട് സാലറിയിലൊക്കെ കുറച്ച് കുറവാണ്. കുറച്ചല്ല, നല്ല കുറവുണ്ടത്. എനിക്ക് മുമ്പെന്ന് പറഞ്ഞാൽ 5000 ദിർഹംസും കമ്മീഷനുമായിരുന്നു എൻ്റെ സാലറി 2018 വരെ. ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ 3700 മാത്രം. കമ്മീഷനൊന്നുമില്ല, 3700 മാത്രമാണ്. അപ്പോൾ വ്യത്യാസമുണ്ട്. 3700 എന്ന് പറയുമ്പോൾ ഇൻറ്റു ഒരു 3700 അല്ലേ, 3700 ഇൻറ്റു 25.5 ഇടാം നമുക്ക്. എപ്പോഴും അത് കിട്ടുന്നുണ്ട്. 94,350. ഞാൻ ഇത് കണ്ടോ, കറക്റ്റാണ്. ഞാൻ കൂട്ടി പറഞ്ഞോ കുറച്ച് പറഞ്ഞോ ഒന്നുമല്ല, കാണുന്നുണ്ടല്ലോ അല്ലേ. 94,350 ഇപ്പം നിലവിൽ എനിക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാലറി തന്നെ എനിക്ക് നാട്ടിലും കിട്ടണം എന്നൊന്നും ഞാൻ പറയത്തില്ല. നാട്ടിൽ നിൽക്കുവാണെങ്കിൽ നമുക്കിതിലൊരു 20,000 രൂപ കുറച്ചിട്ട് കിട്ടിയാലും ഈക്വലാണ്. അതായത് ആ ഒരു 20 രൂപ അല്ലെങ്കിൽ ഒരു 15 രൂപ അടുപ്പിച്ച് നമുക്കിവിടെ ചിലവുണ്ട്. ഇന്ത്യൻ മണിയാണ് ഞാൻ പറയുന്നത്. 10 to 15,000 രൂപ നമുക്ക് മാസം ഇവിടെ എന്തായാലും ചിലവാകും. നമ്മുടെ ഫുഡും നമ്മുടെ ഈ റൂമിൽ കുടിക്കാൻ എടുക്കുന്ന കുടിവെള്ളവും അങ്ങനെയൊക്കെ കുറച്ച് പൈസ ചിലവുണ്ട്. പിന്നെന്താ, നമുക്ക് എന്തെങ്കിലും ഗ്രോസറി ഐറ്റംസ് അല്ലെങ്കിൽ നമുക്കൊരു ആഹാരം പുറത്തുനിന്ന് കഴിക്കാൻ തോന്നി വേറെ കഴിച്ചാലോ, ഇനി അതല്ല ഒരു സിനിമയ്ക്ക് പോയാലോ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് മേടിച്ചാലോ, ഒരു ചീപ്പ് മേടിച്ചാലോ, സോപ്പ് മേടിച്ചാലോ, എന്ത് തന്നെ ആണെങ്കിലും അതെല്ലാം പൈസ കൊടുത്താണ് മേടിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു 10 to 15,000 നമുക്ക് മാസം ചിലവ് വരും. ആ 15 കുറച്ചാൽ ഓക്കെ 14,350 നമുക്ക് കൂട്ടാം. അപ്പോൾ നമുക്ക് റൗണ്ട് ഫിഗർ ആവും. അപ്പോൾ ബാലൻസിൽ 80,000 80,000 നമുക്ക് നാട്ടിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എമൗണ്ട്? അങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ സൂപ്പറാണ്. ഇനി ആ 80 വേണ്ടോ, ഒരു 70,000 രൂപ നിങ്ങൾക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ ഈ ദുബായിൽ വന്ന് നിൽക്കുന്നതുമായിട്ട് ദുബായിൽ വന്ന് നിൽക്കേണ്ട കാര്യമില്ല. 60,000 ഒപ്പിച്ചാലും നിൽക്കേണ്ട കാര്യമില്ലെന്നേ ഞാൻ പറയൂ. ഒരു 60,000 രൂപ നിങ്ങൾക്ക് മാസം കണ്ടെത്താൻ പറ്റുന്നുവെങ്കിലും നിങ്ങൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ എമൗണ്ട് 95,000 രൂപ അടുപ്പിച്ച് സാലറി കിട്ടുന്ന ഒരുത്തൻ നാട്ടിൽ 60,000 രൂപ അവനുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നാട്ടിൽ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നാട്ടിൽ നിൽക്കുന്നതാണ്. ഞാൻ അതേ പറയൂ. പക്ഷേ നാട്ടിൽ ഈ 60,000 നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് മൈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളത് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഞാനിങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര കണ്ട് തോന്നുന്നോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. അതുപോലെ ഞാൻ ഇന്ന് വരെ ഒരു ഭൂമി എനിക്ക് സ്വന്തമായിട്ട് ഞാൻ മേടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ മേടിക്കുന്നെങ്കിലും ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് ഉള്ളിലേക്കും കുറച്ച് നല്ല ഒരു ഏരിയ കിട്ടത്തക്ക രീതിയിലും കുറച്ച് സ്പേസ്, അതായത് നമുക്ക് ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സ്പേസ് വേണം. എന്തെങ്കിലും ഒരു കൃഷിയായാലും എന്ത് ചെയ്യാനായാലും എനിക്ക് ആ കൃഷിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. നോക്കണം കേട്ടോ, ഇതൊക്കെ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. ചെയ്ത് നോക്കുമ്പോഴേ അറിയൂ ഇൻട്രസ്റ്റ് എത്രത്തോളം ഉണ്ടാവുക. എനിവേ അതിന് നമുക്ക് ആ സ്ഥലം വേണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പറ്റിയ കുറച്ച് ഉള്ളിലോട്ടായാലും വില കുറച്ച് കിട്ടണമെന്നേ ഉള്ളൂ. കുറച്ച് ഉള്ളിലോട്ടായാലും അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് അവിടെ അതൊക്കെ നോക്കി സുഖമായിട്ട് അങ്ങ് ജീവിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു 60,000 നമ്മൾ മിനിമം ജനറേറ്റ് ചെയ്യാൻ ഉള്ളത് നമ്മൾ കണ്ടെത്തണം എന്നതാണ്. അതിപ്പോൾ അത് തന്നെ വേണമെന്നില്ല, നമ്മുടെ ചിലവ് കഴിഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും മിച്ചം പിടിക്കാൻ പറ്റുന്നതും കൂടെ ഒക്കെ ആയിട്ട് കിട്ടിയാലും മതി. വേറെ ബാധ്യതകളൊന്നും ഇല്ലാതെ വേണം ചെയ്തിട്ട് അവിടെ നിന്ന് ഈ ഒരു ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്യാൻ.
ഇത്രയും ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഇത് ഞാൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കാൻ പോകുന്നത്. ഇതിങ്ങനെ ഓപ്പണായിട്ടൊക്കെ പറയാൻ പാടുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഞാൻ പറഞ്ഞതാണ്, എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കും. നിങ്ങൾക്കും ആ ഒരു രീതിയിൽ ജനറേറ്റ് ചെയ്യണം എന്ന് ചിന്തിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക. പിന്നെ ഏതൊരു കാര്യമുണ്ട്, പൈസ ഇറക്കിയേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ള ഒരു ചന്ത നിയമമുണ്ട് ബിസിനസ്സിനിടയിൽ. പൈസ ഇറക്കണം, പൈസ ഇറക്കിയാലേ നമുക്കത് പൈസ ആക്കാൻ പറ്റും. അല്ലാതെ പൈസ ഇറക്കാതെ പെരയ്ക്കകത്തിരുന്നിട്ട് നമുക്ക് പൈസ വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. അതിന് മോഷണമോ അല്ലെങ്കിൽ കള്ളപ്പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ പറ്റൂ. അപ്പോൾ മാന്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ മാർക്കറ്റിൽ ഇറക്കി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയുണ്ട്. പൈസ നഷ്ടം വന്നു പോരുത്. എനിക്ക് നഷ്ടം വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ലേ. എൻ്റെ ഈ കോൺഫിഡൻസ് കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര ഇപ്പം മലമറിക്കുമെന്ന് കരുതരുത്. പക്ഷേ എനിക്ക് ആ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇറക്കുന്ന പൈസ റിട്ടേൺ പിടിക്കാനൂടെ പഠിക്കണം. നമുക്ക് മനുഷ്യത്വം, മനസ്സാക്ഷി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ മാറ്റി വെക്കണം. അതായത് ഒരാൾ വന്നിട്ട് നമ്മുടെ കയ്യിരിക്കുന്ന പ്രൊഡക്റ്റിന് 10 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് തരുമെന്ന് വെച്ചാൽ കൊടുക്കരുത്, 10 കൊടുക്കാവൂ. അല്ലാതെ അവിടെ മനുഷ്യത്വം സഹതാപമൊക്കെ കാണിക്കാൻ നിന്നാൽ ബിസിനസ് ചെയ്യാൻ ഇറങ്ങരുത്. അങ്ങനെയുള്ളവർ ഇറങ്ങരുത്, ദൈവം ചെയ്ത് ഇറങ്ങരുത്, പൊട്ടിപ്പാളീസാവും. സോ അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. എൻ്റെ ഒരു മാനസികാവസ്ഥ അങ്ങനെയൊക്കെയാണ്. ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഇങ്ങനെ സങ്കടവും കാര്യവും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാൻ കരഞ്ഞു പോകും. അതാണ് എൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരിതല്ല. പക്ഷെ അതിൽ നിന്ന് മാറണമല്ലോ നമുക്ക് ജീവിക്കണ്ടേ. മാറി ഞാനും നല്ല രീതിയിൽ ഒന്ന് ചെയ്ത് എനിക്ക് എടുക്കണമെന്നുണ്ട്. നമ്മുടേതായ ഒരു 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 പേര് ആ ഒരു പേര് മാർക്കറ്റിൽ അങ്ങോട്ട് പതിപ്പിക്കണമെന്നുണ്ട്. നമ്മളെ 10 പേര് ആ ഒരു രീതിയിലെങ്കിലും അറിയണം എന്നുണ്ട്. ചെറിയൊരു ബിസിനസ് ആയാലും മതിയപ്പോൾ. ഒരു ഗ്രാമം മാത്രമേ നമ്മളെ അറിയുന്നുള്ളെങ്കിലും അത് അറിയണം എന്നുണ്ട്. അറിയണം എന്ന് വെച്ചാൽ അതിന് ഇങ്ങനെ തലക്കനം വരുത്താൻ വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും നമ്മളിവിടെ ഉണ്ടെന്നുള്ളത് അറിയണ്ടേ ആരെങ്കിലും അതിന്. ഓക്കെ. ഇപ്പോൾ ഓൾറെഡി ഈ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാനേ പറ്റത്തില്ല. ഒന്ന്, എനിക്ക് സ്പെഷ്യലി ഒരു സ്ഥലമില്ല, ഞാൻ ജനിച്ച് വളർന്ന സ്ഥലത്തൊന്നുമല്ല ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഉള്ളത് കൊണ്ട് എന്നെ ഒട്ടും അറിയത്തില്ല. അപ്പം നമ്മളെവിടെയെങ്കിലും പോയി ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്ത് ഇനി അതും എടുക്കണം. ഈ അവസാന കാലഘട്ടത്തിൽ ഇനി അതും കൂടെ ഞാൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളെ അങ്ങനെ ആൾക്കാർ അറിഞ്ഞ് എല്ലാ രീതിയിലും അങ്ങനെ ഒരു സ്ഥലത്ത് ഇനിയിപ്പോൾ എന്തായാലും ഒരു പുതിയ സ്ഥലത്ത് ചേക്കേറി അവിടെ എല്ലാവരുമായിട്ട് കമ്പനിയായി നമ്മളൊരു ഐഡൻറ്റിറ്റി അവിടെ ഡെവലപ്പ് ചെയ്തെടുത്ത് നമ്മളൊരു നല്ല ചെറിയ തൊഴിലും ബിസിനസ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം കേട്ടോ. വലിയ ആഗ്രഹം, അത് പണ്ടേ ഉള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, പണ്ട് അങ്ങനെ പൈസ ബാലൻസ് ചെയ്യാൻ എനിക്കറിയാൻ പറ്റാതായിപ്പോയി, സൂക്ഷിച്ചില്ല. അതിൻ്റെ ഒരു വലിയ പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. പൈസ ഉണ്ടെങ്കിലേ നമ്മളെല്ലാവർക്കും ആവശ്യമുള്ളൂ. പൈസ ഇല്ലാത്ത നമ്മളെ ഒരു പട്ടിക്കും വേണ്ട. ആ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർത്ത് വയ്ക്കുക. പണം ഉണ്ടെങ്കിൽ മാത്രമേ ആർക്കും ആരെയും വിലയുള്ളൂ, ആർക്കും ആരെയും വേണം താനും. ഇപ്പോൾ പണം ഉള്ളപ്പോൾ നമ്മളടുത്ത് കൂടാൻ പല തെണ്ടികളും വരും. അത് സൂക്ഷിക്കുകയും വേണം കേട്ടോ. ഒറ്റ ഒരുത്തനെ അടുപ്പിക്കേണ്ട. ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ലാഞ്ഞ സമയത്ത് ഒരു മനുഷ്യൻ, എൻ്റെ അമ്മയും പെങ്ങളും അല്ലാതെ ഒരു കുഞ്ഞുങ്ങൾ എനിക്കില്ലായിരുന്നു. എന്നെ ഒന്ന് വിളിച്ച് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ ആരുമില്ലായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ഒട്ടും അറിയിക്കണമെന്ന് ഞാൻ പറയത്തില്ല. എനിക്കൊരു പരാതിയില്ല കേട്ടോ. ആരും എന്നെ ഒന്നും അറിയിച്ചില്ലെങ്കിലും എനിക്കൊരു പരാതിയില്ല, സത്യം. ഇപ്പം സമാധാനമുണ്ട്. ആ ഒരു സാധനം കൊണ്ട് ഞാനങ്ങ് പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെ ഇപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള, നിങ്ങളോട് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞതാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ എൻ്റേതാണ് സ്റ്റോറീസ് എന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അല്ലെങ്കിൽ വലിയ ഇതില്ല. വിജയഗാഥകൾ, അതായത് നമുക്ക് ജയിച്ചവൻ്റെ കഥകൾ ഇനി കേൾക്കണ്ടേ. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ടുള്ള കിടിലൻ യാത്രകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും എല്ലാം ക്രിസ്റ്റൽ ക്ലിയറായി മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി അങ്ങനെ കരുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. ഞാനതെല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനെല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അതിയായ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ വീഡിയോസും ഒക്കെ ആയിട്ട് വരാം. സീ യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ടേക്ക് കെയർ. ബൈ.